മൂന്നാം തവണയും ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ അങ്ങ് കുവൈറ്റിൽ നിന്ന് വന്ന ഹിക്മത് ചേട്ടനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടൻ എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം? അനുഭവം എന്ന് കേവലം പറയുന്നതിനപ്പുറം ഇത് പ്രവാസികളുടെ ഹൃദയം തൊടുന്ന ഒരു സവിശേഷമായ ഒരു കൂട്ടായ്മയാണ് ലോക കേരള സഭ. നമ്മൾ മുമ്പൊക്കെ തന്നെ പ്രവാസികളെക്കുറിച്ച് വലിയ വായിൽ നമ്മൾ സംസാരിക്കുമായിരുന്നു. ഇപ്പം അത്തരമൊരു അവസ്ഥാവിശേഷം ഒഴിവായി നേരിട്ട് പ്രവാസികൾ തന്നെ പ്രവാസി വിഷയങ്ങൾ ഉന്നയിക്കുകയും അതിനകത്ത് തീരുമാനങ്ങൾ ഉണ്ടാവുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പൊതുവായ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിനൊരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ച കൂടി സഹായകരായി എന്നുള്ളതാണ്. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി സാധാരണ പ്രവാസി മുതൽ ഏറ്റവും സജീവമായി നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ ഹൈപ്പിൽ അങ്ങനെ നിൽക്കുന്ന പ്രവാസ ലോകത്തെ ബിസിനസ് സമൂഹം ഉൾപ്പെടെ ഒന്നിച്ച് സംവദിക്കുന്ന വേദി രൂപപ്പെട്ടു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. അത് പ്രവാസികളെ ഹൃദയം തൊടുന്നുള്ള ഏറ്റവും അവസാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒറ്റ ഇടപെടൽ മാത്രം മതി. പ്രീ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതൊരു ഒരു ഇൻഷുറൻസ് പദ്ധതി ലോകത്ത് എനിക്കൊന്നും ഒരു സംവിധാനത്തിനും ഉണ്ടെന്ന് തോന്നില്ല. അത് പ്രവാസ ലോകത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ലോക കേരള സഭ വഴി നടപ്പിലാക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് സഹായവും ആശ്വാസവുമായി മാറുന്ന പദ്ധതികൾ രൂപീകൃതമാവാൻ ലോക കേരള സഭ വഴി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ വലിയ വർത്തമാനം പറയുന്നതിനപ്പുറം പ്രവാസികളുടെ ഹൃദയം തൊടുന്ന നടപടികളിലേക്ക് ഈ സംവിധാനം മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. കേവലം ഒരു സജഷൻ കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് നടപ്പിൽ വരുത്തുന്നുള്ളൊരു ഉറപ്പ് കൂടിയുണ്ടല്ലേ? അല്ല, ഈ ഉറപ്പ് എന്നുള്ളത് ഇനിയിപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഉന്നയിക്കുക വഴി അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ലോക കേരള സഭ പോകുന്നത്. പറയുന്നത് കേൾക്കുകയും ഇപ്പം അതിൻ്റെ ഒരൊറ്റ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ അവസാനം വരെ മുഖ്യമന്ത്രി ഇരിക്കുകയാണ്. ഉന്നയിക്കപ്പെടുന്ന ഓരോ പോയിന്റുകളും നോട്ട് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് അതിന് തന്നെ മറുപടി പറയുകയും അത് അടുത്ത ലോക കേരള സഭ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ലോകത്ത് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്ക് പോകും. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സംവിധാനം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ. സത്യത്തിൽ ആ വിമർശനങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല. കാരണം വിമർശനത്തിന് കാതലുണ്ടെങ്കിലല്ലേ വിമർശനത്തിന് ചെവി കൊടുക്കേണ്ടതുള്ളൂ. ലോകം മുഴുവൻ 125 എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ പിന്നെ തെറ്റി 126ാമത്തെ രാജ്യത്തെ പ്രതിനിധി കൂടി ഈ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ 35 നിന്ന് തുടങ്ങി 126 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് ഈ സംവിധാനം മാറി എന്നുള്ളത് ഈ സംവിധാനത്തിനകത്ത് പറഞ്ഞാൽ കാര്യമുണ്ട്. ആ കാര്യം അടുത്ത സമയങ്ങളിൽ തന്നെ നടപ്പിലാക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമായിട്ട് മാറാണ്. എനിക്കൊന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന തരത്തിലേക്ക് ലോക കേരള സഭ എന്ന സംവിധാനം മാറിക്കഴിഞ്ഞു. അത് പ്രവാസികളുടെ ഹൃദയം തൊടുന്നു എന്നുള്ളതാണ്. പ്രവാസികൾ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് നമ്മുടെ. ഇപ്പൊ കഴിഞ്ഞ ബജറ്റിന് നോക്കി കാണുന്നത് ബഡ്ജറ്റിനെ സംബന്ധിച്ചത് ഇന്നലെ തന്നെ പിന്നെ കെ എൻ ബാലഗോപാൽ പറയുകയും ചെയ്തു. ഓരോ ബഡ്ജറ്റിലും പ്രവാസികൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന തുകയിൽ വളരെ ക്രമാനുസൃതമായ വർധനവാണ്. അത് കേവലം ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്കപ്പുറം അതെല്ലാം നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ പ്രവാസി ക്ഷേമത്തിന്, നോർക്ക റൂട്ട്സിന്, അതേപോലെ തന്നെ അവരുടെ പുനരധിവാസത്തിന്, സംരംഭകത്വത്തിന്, ഇതിനൊക്കെ തുക നീക്കി വെക്കപ്പെടുന്നതിൻ്റെ തുക ഇരട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് സർക്കാർ നടപടികൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ലോക കേരള സഭാ സംവിധാനം വഴി നടപ്പിലാക്കപ്പെടുന്ന സംവിധാനം മറ്റൊരു ഭാഗത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ സത്യത്തിൽ പ്രവാസികളെ ചേർത്ത് പിടിക്കാമെന്നല്ല, പ്രവാസികളെ കൂടെ കൂട്ടി കൊണ്ടുപോവാണ് സർക്കാർ. അത്രയും സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് കേരളം പ്രവാസികളോട് സംവദിക്കുന്നത്, അവരുമായി ഇടപെടുന്നത്.